ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കോട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. നമ്മൾ ഫ്രോക്കിൻ്റെയൊക്കെ മേളിലിടുന്ന ചെറിയ ഷോർട്ടായിട്ട് വരുന്ന കോട്ടാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് വരുന്നതാണ്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും 1 മീറ്റർ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടും ഓരോ മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോട്ടിന് 3/4 സ്ലീവാണ് വെക്കുന്നത്. അപ്പം ഞാനിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഈ മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ലെങ്ത്തും ഇത് ഞാനൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു മെഷർമെൻറ്റാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് 15 ഇഞ്ചാണ് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത്. ഇപ്പം 14 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ സീം അലവൻസും കൂടി ആഡ് ചെയ്ത് 15 ഇഞ്ചാണ് ഇവിടെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേര് ഭാഗം സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ലെങ്ത് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുണ്ട് തേര് ഭാഗം സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഫുൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്. പിന്നെ ഇത് താഴേക്ക് ഞാൻ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 15 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് വരുന്നത് ആ ഒരു ലെങ്ത്ത് ഈ ഒരു ലൈനിങ്ങിൽ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കോട്ടാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് ഇതിന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത്. ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മുടെ ഷോൾഡറും നെക്ക് ലെങ്ത്തൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു മേളിൽ നിന്ന് ഫസ്റ്റ് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് ആയിട്ട് എടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഷോൾഡർ ആയിട്ട് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് ഇതിൻ്റെ ഈ ഒരു 6.5 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വരച്ചിട്ട് നമ്മുടെ ആം റൗണ്ടിൻ്റെ പകുതിയും കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് തന്നെയാണ് ഇവിടെ ആം റൗണ്ടിൻ്റെ പകുതിയായിട്ട് വരുന്നത് കേട്ടോ. അതും കൂടി നമുക്കിനി നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് ഇവിടെ വരുന്നത് 29 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സീം അലവൻസ് ആയിട്ട് 2 ഇഞ്ചാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 0.5 ഇഞ്ച് ലൂസും പിന്നെ നമുക്ക് 1/2 ഇഞ്ച് ലൂസും കൂടി 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് മൊത്തം ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് സീം അലവൻസ് ഇടുന്നത്. അപ്പോൾ ഞാൻ അവിടെ 10 ഇഞ്ച് റൗണ്ട് ചെയ്ത് 10 ഇഞ്ചായിട്ട് ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്തിൻ്റെ അവിടെയായിട്ട് 15 ഇഞ്ചിൻ്റെ വരുന്ന ആ ഒരു ഭാഗത്ത് വേസ്റ്റ് റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്നത് 26.5 ഇഞ്ചാണ്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്ലസ് 2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.9 ഇഞ്ച് കിട്ടും. 8.6 ഇഞ്ച് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ 9 ഇഞ്ചായിട്ട് ഞാനിവിടെ കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടും ചെസ്റ്റും വരുന്നത് അതൊന്നും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ ഒരു വേസ്റ്റും ചെസ്റ്റ് ലൈനും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആം റൗണ്ടിൻ്റെ പകുതി ആം ഹോളിൻ്റെ പകുതിയായിട്ട് വരുന്ന ഭാഗത്തുനിന്ന് ജസ്റ്റ് ആ ഒരു ആം കർവ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ആം കർവ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 ഇഞ്ച് വിട്ട് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് നെക്കായിട്ട് ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് നെക്കായിട്ട് 4.5 ഇഞ്ചും കൂടിയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് നെക്ക് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കോളറൊന്നും വെക്കുന്നില്ല. നമ്മൾ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായിരുന്നു കൊച്ചു റെഫറൻസ് പിക്ക് കിട്ടുന്നത്. അതേപോലെയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ ഫ്രണ്ട് നെക്കായിട്ട് 4.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണേ നെക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആം ഹോളിൻ്റെ അവിടെ കുഴിച്ചും കൂടി വരയ്ക്കാനുണ്ട്. അത് ഇത് ഫസ്റ്റ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ആ ഒരു ഫ്രണ്ട് നെക്ക് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷോൾഡറും കൂടി കുഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആം കർവിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കർവ് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മതി.
ഇത് ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡ് വെച്ചിട്ട് കുറച്ചൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു നമ്മുടെ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഓരോന്നായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. താഴേക്ക് ഈ ഒരു ഡിസൈൻ വരുന്ന രീതി തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് വരുന്നത്. ഇതുണ്ടോ നല്ല മെയിൻ ക്ലോത്തും ലൈനിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ടിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവും കൂടി വരുന്നത് 3/4 സ്ലീവാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ 2 സ്ലീവും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ ഓരോ സ്ലീവായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് ഇവിടെ എടുക്കുന്നത് 12 ഇഞ്ചാണ്. അതായത് 11 ഇഞ്ചാണ് കുട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 12.5 ഇഞ്ച് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് താഴെ മടക്കിയെടുക്കുമ്പോൾ അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സൈഡിൽ നിന്ന് 3 ഇഞ്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ ഹാൻഡ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമ്മുടെ ആ ഒരു റൗണ്ടിൻ്റെ ആ പകുതി ഉണ്ടല്ലോ അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. നോർമലായിട്ട് സ്ലീവ് കെട്ടുന്നത് കറക്റ്റായിട്ട് വേറെ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതിയേ. ഇതിലും ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ അവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സ്ലീവാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് അടുത്തൊരു സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 സ്ലീവും കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു കോട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു കോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ കെട്ടുന്ന രീതിയിൽ ഞാനിവിടെ വള്ളിയൊന്നും കൊടുക്കുന്നില്ല. പകരം ഞാനിവിടെ ഒരു ബട്ടൺ പോലെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ആ ഒരു കുട്ടി എനിക്ക് റെഫറൻസ് പിക്ക് കിട്ടുന്നില്ല, ഏകദേശം അതുപോലെയായിരുന്നു. ഞാൻ ആ പിക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതേപോലെ തന്നെയാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു സ്ലീവും കൂടി കട്ട് ചെയ്യാവേ. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളപ്പം കറക്റ്റ് 2 സ്ലീവും കൂടി ഒരുമിച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ എനിക്ക് പ്രിൻറ്റ് കറക്റ്റ് നോക്കിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകും. ഇതിനകത്തൊരു ചെറിയൊരു ആരോ മാർക്ക് പോലെയും കൂടി കണ്ടോ വരുന്നത് റെഡ് കളറിൽ. അപ്പോൾ അതും കൂടി താഴേക്ക് തന്നെ ഉള്ളത് ഇത് ചെയ്തില്ലെങ്കിൽ അത് ബോറായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ 2 നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഫ്രീ ഹാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആം കർവ് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഭാഗത്ത് കറക്റ്റ് എന്നിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലൊരു മാർക്കിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഏതാണ് ആ കുഴിച്ച് വരച്ച ഭാഗം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാവേ. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കട്ടിങ് കൂടി ഉണ്ട്. ആ ഫ്രണ്ട് ഭാഗത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആ താഴത്തേക്ക് നമുക്ക് ഫുൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഫ്രണ്ടിൽ നമ്മൾ കോട്ട് ഇടുന്ന സമയത്ത് ഓപ്പൺ ആണല്ലോ. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2ഉം സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ചെരിഞ്ഞൊന്നും പോകരുത്, അവിടെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വൃത്തിയായിട്ട് നിന്നില്ലെങ്കിൽ പോറായിപ്പോവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റായിട്ടൊന്ന് ഫ്രണ്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്യണം. ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണേ. ബാക്ക് കട്ട് ചെയ്തത്, ഫ്രണ്ട് മാത്രം ആ ഒരു നെക്ക് ലെങ്ത് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ ഭാഗമാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇനിയിപ്പം സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ കോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രോസ് പീസും കൂടി കട്ട് ചെയ്യുന്നത് നമുക്ക് സ്ലീവിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ സ്ലീവും കൂടി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കട്ട് ചെയ്യാത്തത്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇതുണ്ടോ ഇങ്ങനെ ഈ 2 ക്ലോത്തും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിത് കുത്തി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നെക്ക് നോർമലായിട്ട് സ്റ്റിച്ച്
ചെയ്യല്ലോ, അതേപോലെ തന്നെ ഈ ഒരു എന്താണ് താഴ്ഭാഗത്തേക്കും കൂടി വരണം. ഓക്കെ, ഇത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു സംഭവം വെച്ച് കൊടുക്കാനുണ്ട്, ബട്ടൺ. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കിത് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. പുറത്തേക്ക് സ്റ്റിച്ചിങ് ഒക്കെ കാണും, അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്താണ് നമ്മൾ ആ ഒരു വള്ളിയും ആ ഒരു ബട്ടണും വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ വള്ളിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നോർമലി ബാക്കിൽ കെട്ടുന്ന വള്ളി ചെയ്യുമല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം അതാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ആ ഒരു മേൾ മുതൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമലായിട്ട് വള്ളി ചെയ്യുന്ന പോലെ കുഞ്ഞതായിട്ട് ചെയ്താൽ മതി കേട്ടോ, അധികം വീതി കൊടുക്കണ്ട. നമ്മൾ ചെറുതായിട്ടാണല്ലോ കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞതായിട്ട് ഞാൻ ഈ ഒരു ഫൂട്ടിൻ്റെ വലിപ്പം ഉണ്ടല്ലോ അത്രയാണ് എടുക്കുന്നുള്ളൂ. അതിൽ ഞാനിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എക്സസ് ഇത്രയും സീം അലവൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് കുത്തി തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കുത്തി തിരിച്ചെടുക്കുക. നമ്മൾ നോർമലായിട്ട് വള്ളി ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് കുത്തി തിരിച്ചതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതാ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുണ്ടോ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് അപ്പുറം വയ്ക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ബട്ടൺ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലോത്തിൽ ജസ്റ്റ് ഒരു തെർമോക്കോൾ ചുരുട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ബീം ബാഗിൽ നിന്ന് എടുത്തിട്ടുള്ള തെർമോക്കോളാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഭാഗത്ത് വെക്കുന്നത്, ഒരു ഭാഗത്ത് ഈ വള്ളിയുമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കൊളുത്തി ഇടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ആ ഒരു ഇത് വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ എക്സസ് വന്നിട്ടുള്ള ലൈൻ നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ മെയിൻ ഡ്രസ്സിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഇങ്ങനെയാണ് ഇത് കൊളുത്തി കഴിയുമ്പോൾ ഉണ്ടാവുക കേട്ടോ. ഇതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുവേ, ഇതുണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതിനകത്ത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മെയിൻ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശം ഉള്ളിലേക്ക്, അതായത് നമ്മൾ നോർമലി നെക്ക് അടിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണല്ലോ വെക്കുന്നത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്ക്, ലൈനിങ്ങിന് പിന്നെ അത് നോക്കണ്ട. അപ്പോൾ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു മൂല ഭാഗത്തായിട്ട് ഈ ഒരു സാധനം വെക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നെക്ക് ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ മേള് മുതൽ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫൂട്ടിൻ്റെ വലുപ്പത്തിലാണ് ചെയ്യാറ്, കുറച്ചും കൂടി അപ്പുറം മാറിയിട്ട്. ഓക്കെ, അത് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൂചി കുത്തി നിർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സംഭവം നമ്മളിവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്, അതായത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഞാൻ വെച്ച് കൊടുക്കാറ്. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. നല്ല ഭാഗം, അതായത് ഇതിൻ്റെ പുറത്തേക്ക് വരേണ്ട ഭാഗം ഉള്ളിലേക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കുത്തി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇത് കുത്തി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവേ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. സെയിം പോലെ തന്നെ നമുക്ക് ഇപ്പുറം വശത്തും ചെയ്യണം. അപ്പോൾ ഇതും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ ആ ഒരു നമ്മൾ ബട്ടൺ പോലെ ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് താഴെ ആ ഒരു മൂല ഭാഗത്ത് എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് ആ ഒരു ആ ഒരു ബട്ടൺ പോലത്തെ സംഭവം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിവിടെ വള്ളിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് വള്ളി വെക്കണം. അപ്പോൾ ഈ വള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ വള്ളീൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ, നമുക്ക് വള്ളി പുറത്തേക്ക് നിൽക്കേണ്ട ഭാഗം, അത് ഉള്ളിലേക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കുക. അത് തിരിഞ്ഞു പോകരുതേ, തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അഴിക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതുണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കരുത്, ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം ഈ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്താലും മതി കേട്ടോ. അങ്ങനെ അപ്പം ഡൗട്ടൊന്നുമില്ല, ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുത്തി തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡബിൾ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കെട്ടൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ നെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുക്കുമല്ലോ നമുക്ക് തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചെരിച്ച് ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് താഴ്ഭാഗത്തേക്കും വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ അവിടെ നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് തിരിക്കുമ്പോൾ അവിടെ ചുരുണ്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴെ വരെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
കട്ട് ചെയ്തെടുക്കല്ല, ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അത് കുത്തി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് കുത്തി തിരിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു ഭാഗം നമുക്ക് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ സെയിം പോലെ തന്നെ രണ്ടും ചെയ്തെടുക്കും. ഇനി നമുക്കിത് ഫുള്ള് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലോത്ത് നല്ലോണം ഇരിക്കുന്ന ക്ലോത്ത് ആണെങ്കിൽ ഈ ഒരു ഭാഗം ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ആ ഭാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ല വൃത്തിക്ക് അവിടെ ഇരിക്കുവാണെങ്കിൽ. പക്ഷേ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ പറന്നിരിക്കുന്ന ക്ലോത്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അയൺ ചെയ്ത വൃത്തിക്ക് ഇരിക്കുന്ന ക്ലോത്ത് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്താണ് ഞാൻ ഉദ്ദേശിച്ചത്, കറക്റ്റായിട്ട് തേച്ച് അയൺ ചെയ്ത് വൃത്തിയായിട്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ കൊളുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഞാൻ കൊളുത്തി കഴിയുമ്പോൾ വൃത്തിയായിട്ടിരിക്കും കേട്ടോ. ഇത് കറണ്ട് പോയി അതാണ് ഇരുട്ടായത്. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ വൃത്തിയായിട്ട് കൊളുത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഫുള്ളായിട്ട് പതിച്ചടിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാം, സെൻറ്ററിലെ ആ ഒരു പതിച്ചടിക്കൽ കേട്ടോ. അപ്പം ഫുള്ളായിട്ട് ഞാനിതാ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എക്സസ് വന്നിട്ടുള്ള ആ ഒരു ഭാഗങ്ങൾ, ലൈനിങ്ങിൻ്റെയും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്ക് സാധാരണ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നോർമലായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുക, അതേ സെയിം പോലെ തന്നെ ചെയ്തിട്ട് നമ്മുടെ തിരിച്ചിട്ടിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ചുറ്റുമായിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് 1/4 ഇഞ്ചിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിൽ നമ്മൾ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ, അധികം ഇറങ്ങി നിൽക്കണ്ട. അതായത് നമ്മുടെ കോട്ടാണല്ലോ, അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ നെക്ക് കുറച്ച് ലെങ്ത്ത് ഉണ്ടെങ്കിലും ഈ ഒരു ഇത് നമ്മൾ മേളിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ എടുക്കുക. ബാക്കിനൊക്കെ ഒരുപാട് ലെങ്ത്ത് എടുക്കില്ല കോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്ത്ത് എടുക്കാം. അപ്പം ഞാനിതിൽ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ചുറ്റും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ലൈനിങ് വെക്കാതെയാണ് നിങ്ങൾ അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്താണ് ലൈനിങ് വെക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സിൻ്റെ അവിടെ നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ സെൻറ്റർ പോർഷൻ്റെ അവിടെ ക്രോസ് പീസ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുമല്ലോ, അവിടെയും നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എക്സസ് വന്നിട്ടുള്ള നമ്മുടെ മെയിൻ ക്ലോത്ത്, നമ്മൾ ലൈനിങ് വെച്ചിട്ടാണല്ലോ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത്, അപ്പോൾ കുറച്ച് എക്സസ് നമ്മൾ വന്നിട്ടുള്ള ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് നല്ല കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സിമ്പിളായിട്ട് കോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമേ. ആ ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഫ്രണ്ട് ഇങ്ങനെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ. ഇനി നമുക്കിവിടെ നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവ് നമ്മളിവിടെ വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡർ ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലീവിൻ്റെ അറ്റത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നോർമലി നമ്മൾ സ്ലീവ് വെക്കുന്ന പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ ജസ്റ്റ് ഇതാ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് സീം അലവൻസ് ഇട്ട് അതിനനുസരിച്ച് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷോൾഡറിൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾ ലൈനിങ്ങും കൂടി സ്ലീവിന് വെക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ ആ ഒരു ഷോൾഡറിൽ അത് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഫ്രണ്ടിലേക്ക് വരരുത് ആ ഒരു സീം അലവൻസ്, അത് ബാക്കിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ഞാനൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ആ ഒരു കട്ടിങ് അത് ഫ്രണ്ടിലേക്ക് തന്നെയാണ് വരുന്നത് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ കുട്ടികളൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിക്ക് കിട്ടി തരുന്നുണ്ട്, വീഡിയോ കണ്ടിട്ട് ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് റിപ്പീറ്റ് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ബോറാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഞാനിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഉള്ളൂ
നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ കട്ടിങ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് രീതിയിൽ ചെയ്യുന്നൊരു കോട്ടാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ പിന്നെ ആയിട്ട് നമുക്ക് വേറെ കോട്ടൊക്കെ ചെയ്യാം കേട്ടോ. അതായത് എന്താ കോളർ വരുന്ന കോട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കോളർ വരുന്നതും പിന്നെ ലോങ് കോട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രോക്കിന് മേളിലായിട്ടിരുന്ന ലോങ് കോട്ട്, പിന്നെ സ്കേർട്ടും ബ്ലൗസും യൂസ് ചെയ്തിട്ട് അതിന് മേളിലിടുന്ന ലോങ് കോട്ട്, അങ്ങനത്തെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഇടാൻ ഇഷ്ടമാണ്. അപ്പം നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ കുട്ടിയുടെ ഫസ്റ്റ് ഞാനിവിടെ പിന്നെല്ലാം കുത്തി വെച്ചിട്ട് ആ കുട്ടിയുടെ ഷേപ്പ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെസ്റ്റും വേസ്റ്റും എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവിൻ്റെ റൗണ്ടും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു ഷേപ്പ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ താഴ്ഭാഗം കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിലാണ് ഈ ഒരു താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വേണ്ടി ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടോ, നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ക്രോസ് പീസ് അല്ല, ഒരു സെപ്പറേറ്റ് ഒരു പീസ് നമ്മൾ ഈ ബ്ലൗസിനൊക്കെ ചെയ്യില്ല, അതേപോലെ ചെയ്താലും മതി കേട്ടോ. അപ്പം വേണ്ടെങ്കിൽ നിങ്ങൾ ഇതാ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു ഫ്രോക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ മേളിലിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ഫ്രോക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്ലാക്ക് ഫ്രോക്കിൻ്റെ മേളിലാണ് ഈ കുട്ടിക്ക് ഈ ഒരു കോട്ടും കൂടി വരും. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രോക്കിൻ്റെ മേളിലിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും കോട്ടിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.